ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് arises due to the force experienced by electrons in the electric field inside the conductor. But force should cause acceleration. Then why do the electrons acquire a steady average drift speed? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, നമ്മൾ ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്തപ്പോഴും അപ്ലൈ ചെയ്തപ്പോഴുള്ള സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടതാണ് അല്ലേ. അപ്പം ഞാനത് ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഒരു ഇലക്ട്രോൺ നമുക്കൊരു കണ്ടക്ടർ എടുക്കാം. ഇപ്പോൾ ഈ ഒരു കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിലെ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യാണ്? റാൻഡം മോഷനിലാണ്. ഓക്കെ, അപ്പോൾ റാൻഡം മോഷനിലാണ്. അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡ് പിടിച്ച് നമ്മൾ എവിടെ കൊടുത്തു? ഒരു ബാറ്ററിയിലോട്ട് കൊടുത്തു. അപ്പോൾ ഈ എൻഡ് പോസിറ്റീവായി, ഈ എൻഡ് നെഗറ്റീവായി. ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് അല്ലേ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഈ ഓരോ ഇലക്ട്രോണിന്റെ പുറത്ത് എന്ത് കൊടുക്കും? ഫോഴ്സ് കൊടുക്കും അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്തു. ഓക്കെ, ഇലക്ട്രോൺ മൂവ് ചെയ്ത് അതിൻ്റെ വെലോസിറ്റി കൂടി. അപ്പോൾ വെലോസിറ്റി കൂടി മാക്സിമം ആയി. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഒരു എവിടെ പോയി ഇടിച്ചു? വേറൊരു പോസിറ്റീവ് അയോണിന്റെ പുറത്ത് അവൻ പോയി ഇടിച്ചു. ഒരു പോസിറ്റീവ് അയോണിന്റെ പുറത്ത് പോയി ഇടിച്ച് അവന്റെ വെലോസിറ്റി എത്ര ആവും? 0 ആവും. അപ്പോൾ ഇവിടെ നിന്ന് പോയി ഒരു ഇലക്ട്രോൺ അവിടെ ഇടിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇടിച്ചു നിന്നു. അപ്പൊ വെലോസിറ്റി എത്രയായി? 0 ആയി. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് ഫീൽഡ് വീണ്ടും ഇവനെ തള്ളുന്ന സമയത്ത് വെലോസിറ്റി വീണ്ടും കൂടി മാക്സിമം ആവും. അത് കഴിഞ്ഞിട്ട് വെലോസിറ്റി കുറഞ്ഞ് അടുത്ത പോസിറ്റീവ് അയോണിൽ പോയി ഇടിക്കുമ്പോൾ വെലോസിറ്റി എത്രയാവും? 0 ആവും. അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ നമ്മുടെ ഇലക്ട്രോണിന്റെ കേസ് ഒന്നുകൂടെ ഞാൻ പറയാം. ഇലക്ട്രോണിന്റെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഒരു പുഷ് കൊടുത്തു. ആ പുഷ് കൊടുത്തു, ഇലക്ട്രോണിന്റെ വെലോസിറ്റി കൂടി മാക്സിമം ആയി. എന്നിട്ട് വെലോസിറ്റി കുറഞ്ഞ് ഇതിൽ ചെന്ന് ഇടിച്ച് 0 ആയി. ഇതിപ്പോ ഇതിൽ ചെന്ന് ഇടിക്കുന്ന മൊമെന്റിൽ എന്ത് ചെയ്തു? വെലോസിറ്റി 0 ആയി. അപ്പൊ വെലോസിറ്റി കൂടി അത് കഴിഞ്ഞിട്ട് കുറഞ്ഞ് 0 ആയി. ഓക്കെ, ഇനി അടുത്ത വീണ്ടും ഈ വെലോസിറ്റി 0 ആയ സമയത്ത് വീണ്ടും എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ഒരു പുഷ് കൊടുക്കും. അപ്പോൾ വെലോസിറ്റി കൂടും. എന്നിട്ട് അവിടെ ചെന്ന് ഇടിക്കുന്ന സമയത്ത് വെലോസിറ്റി 0 ആവും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് കൊളിഷൻസിനിടയ്ക്കാണ് വെലോസിറ്റി മാക്സിമം ആവുന്നത്. ഓക്കെ, ഇനി കൊളൈഡ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി എത്രയാവും? 0 ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് ഒരു പുഷ് കൊടുക്കും. വീണ്ടും വെലോസിറ്റി കൂടും. അടുത്ത ഇടിയിൽ വെലോസിറ്റി എത്രയാവും? 0 ആവും. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിനെ നോക്കിയാൽ ഇലക്ട്രോൺ ഒരു സ്റ്റോപ്പ് ആൻഡ് ഗോ മോഷൻ ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. എന്താണ്? ഒരു സ്റ്റോപ്പ് ആൻഡ് ഗോ മോഷൻ ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഗോ, അവിടെ സ്റ്റോപ്പ്, വീണ്ടും ഗോ, വീണ്ടും സ്റ്റോപ്പ്. അപ്പൊ എവിടെ സ്റ്റോപ്പ് ആവും? കൊളൈഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ആവും. വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് ഒരു പുഷ് കൊടുക്കും, മൂവ് ചെയ്യും. വീണ്ടും ഇടിക്കുമ്പോൾ വെലോസിറ്റി 0 ആവും. അപ്പൊ ഇലക്ട്രോൺ എക്സിബിറ്റ്സ് എ സ്റ്റോപ്പ് ആൻഡ് ഗോ മോഷൻ എന്നാണ് നമ്മൾ പറയുക. ഇത്രയും മനസ്സിലായി. സോ ഒന്നും കൂടെ, സി യു കൺസിഡർ one electron of the conductor. Electric field will exert a force on it. See, its velocity increases. Then when it collides against a positive ion, velocity becomes 0. Then that time electric field again exerts a force. Then velocity of the electron increases. Okay, then when it collides against a positive ion, velocity becomes 0. Again electric field exerts force. So in this way the electron exhibits a stop and go motion. Electron exhibits a stop and go motion. In between two collisions, velocity increases. Then at the moment when it undergoes a collision, the velocity becomes 0. ഇതാണ് കണ്ടീഷൻ. ഒന്നുകൂടെ ഞാൻ പറയാം. See, this is electron. Electric field will exert a force. Then velocity of the electron increases. Then when it hits against a positive ion, the velocity becomes 0. Then again electric field will exert a force. Velocity increases. When it hits against a positive ion, velocity becomes 0. That is, your electron exhibits a go and stop motion or stop and go motion. Okay, electron exhibits a stop and go motion, no doubt. Then in between two collisions, in between two successive collisions, the velocity increases. Okay, when it undergoes a collision with a positive ion, the velocity becomes 0. This is a case. ഇനി നമ്മുടെ അടുത്ത കേസ് എന്താണ് പറയുന്നത്? നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കഥകൾ എല്ലാം പറയുകയാണ്. V = U + AT എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. V = U + AT എന്ന് പറയുന്ന ഇക്വേഷൻ, ഇത് ഈ കണ്ടക്ടറിനകത്തുള്ള എല്ലാ ഇലക്ട്രോൺസ്, ഈ കണ്ടക്ടറിനകത്ത് n ഇലക്ട്രോൺസ് ഉണ്ടെന്നിരിക്കട്ടെ. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ? n ഇലക്ട്രോൺസ് ആർ ദെയർ. അപ്പോൾ അതിനെല്ലാം ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി എനിക്ക് കണ്ടുപിടിക്കണം. ഈ നോക്കൂ, ആവറേജ് ഡ്രിഫ്റ്റ് സ്പീഡ് ആണ് കണ്ടുപിടിക്കുന്നത്. V എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇലക്ട്രോണിന്റെ ആവറേജ് ഡ്രിഫ്റ്റ് സ്പീഡ് കണ്ടുപിടിക്കാൻ പോവാണ്. എന്ത് ചെയ്യും പറയൂ? ആവറേജ് ഡ്രിഫ്റ്റ് സ്പീഡ് കാണാൻ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ മനസ്സിൽ ധ്യാനിച്ചിട്ട് അങ്ങ് ചെയ്യും. ആദ്യത്തെ ഇലക്ട്രോണിന്റെ കാര്യം പറയണം. ആദ്യത്തെ ഇലക്ട്രോണിന്റെ കാര്യം പറയൂ. U1 പ്ലസ് A*1 എന്ന് വിളിക്കാം. ഓക്കെ, U1 പ്ലസ് A*1. ഓക്കെ, ആദ്യത്തെ ഇലക്ട്രോണിന്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ എഴുതിയത്. ആദ്യത്തെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ആദ്യം റാൻഡം മോഷനിലായിരുന്നു. ആ സമയത്തുള്ള വെലോസിറ്റിയാണ് U1. ഇനി ആ ഇലക്ട്രോണിന്റെ ആക്സലറേഷൻ എത്രയാണ്? ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ ഈക്വൽ ടു F/m എന്നാണ്. അപ്പൊ ആക്സലറേഷൻ ഈക്വൽ ടു F എന്ന് പറഞ്ഞാൽ E ആണ്. അപ്പൊ E/m. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഫിക്സഡ് ആണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ അറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ അറിയാം. അപ്പൊ ഇതെല്ലാം കോൺസ്റ്റന്റ് ആവുകൊണ്ട് ആക്സലറേഷൻ എന്താണ്? ഏത് ഇലക്ട്രോൺ എടുത്താലും ആക്സലറേഷന്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ഇലക്ട്രോണിന്റെ കാര്യം മാത്രം പറയാണ്. ആദ്യത്തെ ഇലക്ട്രോണിന്റെ ആദ്യമുള്ള വെലോസിറ്റി എന്താണ്? തെർമൽ വെലോസിറ്റി ആണ്. അത് U1 പ്ലസ് A എന്താണ്? T എന്താണ്? τ1. ഓക്കെ, രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ എങ്ങനെ പറയും? പറഞ്ഞോളൂ. U2 പ്ലസ് A*2 എന്ന് പറയാം അല്ലേ? മൂന്നാമത്തെ പറയൂ. U3 പ്ലസ് A*3 എന്നാണ്. ഇങ്ങനെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? n ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ n ഇലക്ട്രോൺസിന്റെയും കൂടെ ആവറേജ് വെലോസിറ്റി കാണാൻ പോവാണ്. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്യാം. n എണ്ണം ഉണ്ട്. ദ ഹോൾ ഡിവൈഡഡ് ബൈ n എന്നല്ലേ? ഓക്കെ, ആവറേജ് വെലോസിറ്റി ആയി. അപ്പൊ VD ഈക്വൽ ടു, നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. U1 പ്ലസ് U2 പ്ലസ് U3 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ n പ്ലസ് ബാക്കി A*1 പ്ലസ് A*2 പ്ലസ് A*3 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാം. ഇത് VD ഈക്വൽ ടു പറയൂ. U1 പ്ലസ് U2 പ്ലസ് U3 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ n അതുപോലെ എഴുതി. പ്ലസ് അടുത്തെന്താണ്? A കോമൺ എടുത്തിട്ട് ബാക്കി τ1 പ്ലസ് τ2 പ്ലസ് τ3 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ n എന്ന് എഴുതി. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി ഈ എഴുതിയിരിക്കുന്ന എന്താണെന്ന് ബോധമുള്ളവന് പറയാൻ പറ്റും. എന്താണ്? ഇനിഷ്യലി ഇലക്ട്രോൺസ് റാൻഡം മോഷനിലാണ്. ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. ദിസ് മോഷൻ ഡസ് നോട്ട് കോസ് എനി കറണ്ട് എന്നൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അപ്പൊ ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? ആദ്യമുള്ള വെലോസിറ്റികളുടെ ആവറേജ് ആണ്. അപ്പൊ U1 പ്ലസ് U2 പ്ലസ് U3 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഉള്ള ആ തെർമൽ അജിറ്റേഷൻ കാരണമുള്ള വെലോസിറ്റികളുടെ ആവറേജ് ആണ്. അപ്പൊ ഈ ടേമിന്റെ ആൻസർ എത്രയാ? 0 ആണ്. അപ്പൊ VD ഈക്വൽ ടു പറയൂ. VD ഈക്വൽ ടു ആദ്യത്തിന്റെ ആൻസർ 0 പ്ലസ് അടുത്ത് A ഈ τ1 പ്ലസ് τ2 പ്ലസ് τ3 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നതിനെ ഞാൻ ടോ എന്ന് വിളിച്ചു. അപ്പൊ എന്താണ് ടോ എന്ന് പറഞ്ഞാൽ? ആവറേജ് റിലാക്സേഷൻ ടൈം ആണ്. ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് റിലാക്സേഷൻ ടൈം ആണ്. ഇപ്പോ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ആൻസർ എനിക്ക് കിട്ടി. എന്താണ്? A*. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ആൻസർ നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ A*. കിട്ടിയത്. ഓക്കെ, അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടി. അപ്പൊ ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് A*. എന്ന് കിട്ടിയതിന്റെ ലോജിക്ക് ഇതാണ്. ഓക്കെ ആണേ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ സ്റ്റാർട്ടിങ്ങോട്ട് പറയും. എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റിനകത്ത്? നമുക്ക് വേണമെങ്കിൽ ഇത് മാത്തമാറ്റിക്കലി എഴുതി പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ ആരും നിങ്ങൾ ഒന്നും പറയില്ല. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. അപ്പോൾ വിത്ത് എവിഡൻസ് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും എന്നാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോണിന്റെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫോഴ്സ് കൊടുക്കുമ്പം ഇലക്ട്രോണിന് ആക്സലറേഷൻ കിട്ടുന്നു എന്നൊക്കെ നമുക്കറിയാം. പിന്നെ ഇലക്ട്രോണിന് ഒരു ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്ത് കാണിക്കും എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റിനകത്ത്. അപ്പോൾ ലിസൺ ഹിയർ. ദിസ് ഈസ് എ കണ്ടക്ടർ. ബിഫോർ അപ്ലൈയിങ് എനി ഇലക്ട്രിക് ഫീൽഡ് ദ ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. The average value of initial the velocities is 0. This motion does not constitute any current. All these facts you know. Then see, you consider one electron. Sorry, now this is connected to a battery. Then there is an electric field. Electric field will exert a force on each electron. So electrons get acceleration. Details you know. So electron undergoes a drift. Am I right? See, you consider one electron. Electric field will exert a force on it. Then the velocity of the electron increases. Then when it hits against a positive ion, the velocity becomes 0. Then again electric field will exert a force.
the velocity of the electron increases. When it hits against a positive ion, velocity becomes 0. Again the electric field exerts force. So in this way the electron exhibits a stop and go motion along the conductor. Am I right? Then in between two successive collisions, the velocity increases. Okay, then when it hits against a positive ion, at that instant the velocity becomes 0. Okay, so your electron exhibits a stop and go motion along the conductor. Now you know the equation V equal to U plus AT. Okay, final velocity equal to initial velocity plus AT. It is the equation. Then I want the see, I am not considering one electron, I am considering all the electrons. There are n electrons in the conductor. How many electrons are there? N electrons are there in your conductor. Then I want the average drift velocity. I want the average value of drift velocity. So what shall I do? So I consider one by one. So I am considering the first electron. See, what is a velocity? U initial velocity plus a tau 1. Okay, this is a velocity of one electron. This is the velocity of first electron. See, u1 plus a tau 1. Why a? Why it can't be a1? See, acceleration is equal to f by m. Acceleration equal to f by m. Acceleration equal to what is f? E divided by m. Capital E is a constant. The charge of electron is a constant. Mass of electron constant. So a should be a constant. So a should be a constant. So acceleration is constant for all electrons. Acceleration is constant for all electrons. See, for the first electron, what is the velocity? u1 plus a tau 1. For the second electron, u2 plus a tau 2. Third electron, u3 plus a tau 3. This way you calculate the velocities. Then how can I calculate the average velocity? You add that divided by n. Okay, then separating u1 plus u2 plus u3 plus etc. divided by n plus a tau 1 plus a tau 2 plus a tau 3 plus etc. divided by n. Then see, u1 plus u2 plus u3 plus etc. divided by n plus a taken out, balance inside, divided by n. Then what is this? This is the average value of initial velocities. Am I right? The average value of initial velocities is 0. So it is 0. Then plus a into tau 1 plus tau 2 plus tau 3 plus etc. divided by n is taken as a tau. So what is the answer of Vd? Vd equal to a tau. Thus we get an average drift velocity. Average drift velocity is a constant. So its answer is a tau. Then keep in mind, tau is relaxation time. Actually it is the average of relaxation times. Okay, so tau 1 plus tau 2 plus tau 3 plus etc. divided by n is tau. Okay, നമ്മൾ പഠിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ടോ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു. അത് ശരിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മൾ ആക്ച്വലി പറയുമ്പോൾ ഓരോ എല്ലാ ഇലക്ട്രോണിന്റെയും റിലാക്സേഷൻ ടൈം സെയിം ആവണമെന്നില്ല, സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. അതിന്റെ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയേണ്ടത്? ടോ എന്ന് പറയേണ്ടത്. ഓക്കെ, സോ റിലാക്സേഷൻ ടൈം may not be equal for all electrons. Am I right? So we take the average value of relaxation time. It is taken as a tau. Okay, it can be a constant. So tau is a constant, a is a constant, so Vd should be a constant. So in between two collisions, the electron is getting a constant velocity. Am I right? In the sense, see, a is a constant, tau is a constant. Am I right? So Vd should be a constant. So in between two collisions, you can say the electron is acquiring a constant drift velocity. Am I right? So it is the answer of first section. Ini രണ്ടാമത്തെ question. വായിക്കൂ. If the electron drift is so small and electron charge is small, how can we still obtain large amount of current in a conductor? Drift speed കുറവാണ്, ഇലക്ട്രോണിന്റെ ചാർജും കുറവാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടറിൽ ഇത്രയും വലിയ കറണ്ട് ഉണ്ടാവാൻ കാരണം എന്താണ്? അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്താണ്? നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് വളരെ കൂടുതലാണ്. നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഒരു മീറ്റർ ക്യൂബിൽ ഇതിനകത്ത് ഇപ്പൊ എഴുതിയിരിക്കുന്നത് 10⁻29 പെർ മീറ്റർ ക്യൂബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി ഒരു മീറ്റർ ക്യൂബിൽ ഇത്രയും ഇലക്ട്രോൺസ് കാണും. അപ്പോൾ ഇലക്ട്രോണിന്റെ ചാർജ് കുറവായാലും ഡ്രിഫ്റ്റ് സ്പീഡ് കുറയായാലും ഇലക്ട്രോൺ ഇത്രയും അധികം ഉള്ളതുകൊണ്ട് കറണ്ട് വിൽ ബി ലാർജ്. So see, charge of electron small, then drift speed small, then how can you get large current in the conductor? It is a question. Because why large current in the conductor? The number of electrons in unit volume is very, very large. This is the reason why we get large current. Then what is the third question? When electrons drift in a metal from
lower to higher potential, does it mean that all the free electrons are moving in the same direction? അങ്ങനെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുമോ? എന്താണ് when the electrons drift from lower to higher potential, electron drift ചെയ്യുന്നത്, all the electrons are drifted to positive terminal, that is from negative side to positive, so to high potential region, ശരിയല്ലേ? electrons are drifted from lower to high potential. So do you think that all free electrons are moving in the same direction? എല്ലാ ഫ്രീ ഇലക്ട്രോണും അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പറയാൻ പറ്റില്ല. സി, നമുക്ക് എന്താണ് ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഞാനൊരു കൊച്ചു കാര്യം പറയാം. നോക്കൂ, ഒരു സാധനത്തിനെ നമ്മൾ എടുത്ത് എറിഞ്ഞു, ഇങ്ങനെ എറിഞ്ഞു, ഓക്കെ, എറിഞ്ഞു. പ്രൊജക്ടൈൽ നമുക്കറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹോറിസോണ്ടലായിട്ട് തീറ്റ ആംഗിളിൽ എറിഞ്ഞതാണ്. ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് എറിഞ്ഞത്. അപ്പോൾ ഗ്രാവിറ്റി ഇതിനെ പിടിച്ച് താഴോട്ട് വലിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരു പാത്ത് വഴി സഞ്ചരിക്കും. ഇത് നമുക്കറിയാമെന്നുള്ളൊരു കോമൺ സെൻസ് വെച്ചുള്ളൊരു കാര്യം. ഒരു സാധനത്തിൻ്റെ അടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്മുടെ എർത്തിലാണ് എറിയുന്നതെങ്കിൽ ഗ്രാവിറ്റി എറിഞ്ഞത് താഴേക്ക് വീഴും. അപ്പോൾ അതൊരു പരാബോളിക് പാത്തിൽ സഞ്ചരിച്ചായിരിക്കും താഴെ വന്ന് വീഴുന്നത്. ഓക്കെ, ഇനി ഈ കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസ് ഒരെണ്ണം പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഒരെണ്ണം പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഓരോന്ന് പോകുന്നത് ഓരോ ഡയറക്ഷനിലായിരിക്കും അല്ലേ? അപ്പോഴേ നമ്മൾ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ പോവാണ്, ഒരു ഇലക്ട്രോൺ ഇതുപോലെ പോകും, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ പോവാണ്. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, കണ്ടക്ടറിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോണിന്റെ പുറത്ത് എങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും? ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ മേലോട്ടാണ്, അപ്പോൾ ഫോഴ്സ് കൊടുക്കുന്നത് താഴോട്ടായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോണിനെ ഇലക്ട്രിക് ഫീൽഡ് താഴോട്ട് വലിക്കും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പരാബോളിക് പാത്തിൽ പോകുന്ന ഒരു കർവ്ഡ് പാത്തിൽ പോകും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി വേറൊരു ആംഗിളിലാണ് ഇലക്ട്രോൺ പോകുന്നതെങ്കിലോ അത് അതിൻ്റെതായ രീതിയിലുള്ള ഒരു പരാബോളിക് പാത്തിലല്ലേ പോകും, കർവ്ഡ് പാത്തിലല്ലേ പോകും. അപ്പോൾ എല്ലാ ഇലക്ട്രോണിനും ഉണ്ടാകുന്ന എന്താണ് ക്വസ്റ്റ്യനിലേക്ക് വരൂ, എല്ലാം സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ പല ഇലക്ട്രോണിനും പല രീതിയിലായിരിക്കും മോഷൻ. കാരണം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഓരോ ഇലക്ട്രോണും മൂവ് ചെയ്യുന്ന റാൻഡം ആയിട്ടുള്ള ഡയറക്ഷൻസിലാണ്. അപ്പോൾ റാൻഡം ഡയറക്ഷൻസിൽ പോകുമ്പോഴാണ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പാത്തിനുണ്ടാകുന്ന ഡീവിയേഷൻ ഡിഫറൻ്റ് ആണ്, സെയിം അല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? സോ വെൻ ദ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ഇൻ എ മെറ്റൽ ഫ്രം ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ, does it mean that all free electrons of metal are moving in the same direction? No. So the electrons may not be moving in the same direction. So for understanding, see, I considered a throwing body, so it is a projectile. Then due to gravitational field, see, gravitational field will exert force on it. See, the path becomes parabolic. This we know. It is a common fact. Then like that you consider an electron. Suppose it is moving like this. If there is an electric field in this direction, electric field will exert a force in the opposite direction of electric field on the electron. See, so it will exert a force in the downward direction here. So path will be modified. The electron move in this direction. Then you consider another electron, another free electron moving in another direction. Then the same electric field can exert a force on it. So path will be another. See, these two will not move along the same path. So path will be different. So can you surely say that all the electrons are moving in the same direction? No. Answer is no. Then, are the path of electrons straight line between two successive collisions in the absence of electric field, in the presence of electric field? So keep in mind, മറന്നു പോവാതെ ഓർത്ത് വെച്ചോണം, ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തപ്പോൾ, ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോൺസ് രണ്ട് കൊളീഷൻസിനിടയ്ക്ക് പോകുന്ന രണ്ട് കൊളീഷൻ, അതായത് ഒരു ഇലക്ട്രോൺ ഒരു കൊളീഷൻ നടത്തി ഒരു പോസിറ്റീവ് ആംഗിളിൽ പോയി ഇടിച്ചു, അത് കഴിഞ്ഞിട്ട് അടുത്തതിൽ പോയി ഇടിച്ചു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കൊളീഷൻ ഇടയ്ക്കുള്ള ഈ പാത്ത് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൽ. പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങളിപ്പോൾ കണ്ടതാണ്, ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പാത്ത് സ്ട്രൈറ്റ് ലൈൻ ആണോ? അല്ല. സോ പാത്ത് കർവ്ഡ് പാത്താണ്. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പാത്ത് ആർ കർവ്ഡ്. സോ കീപ്പ് ഇൻ മൈൻഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റനിനകത്ത് ഡിസ്കസ് ചെയ്യുക. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് the path of electron between two collisions is straight line. Then in the presence of electric field the path are curved. So, is it clear? നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കണം. ഒരുപാട് പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടിയതാണ്.
നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ എഴുതിയ ഡെറിവേഷനൊക്കെ ഒന്ന് എഴുതി വയ്ക്കുന്നത് നമുക്ക് നല്ലതാണ്. ഓക്കെ.